ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും നല്ലവനും വല്ലവനുമായി കൂടെ ഇരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നാളുകളിൽ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തീം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ബെറ്റർ അല്ലെങ്കിൽ ശ്രേഷ്ഠം എന്നാണ്. കാരണം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജനങ്ങൾക്ക് വരച്ചു കാട്ടുമ്പോൾ ആ ക്രിസ്തു സകലത്തിലും സകലവുമാണ് എന്ന് കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മോശയേക്കാൾ ശ്രേഷ്ഠ നേതാവാണ് കർത്താവായ യേശു ക്രിസ്തു എന്നും, കർത്താവായ യേശു ക്രിസ്തു ശബദിനും കർത്താവാണ് എന്നും, കർത്താവായ യേശു ക്രിസ്തു പ്രവാചകന്മാർക്കും അധിപതിയാണ് എന്നും, കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാർക്കും മേലായ ദൂതനാണ് എന്നും ദൈവത്തിൻ്റെ വചനം കാണിച്ചു തരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ സൃഷ്ടികർത്താവാണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനിടയായി തീർന്ന ഈ ഭാഗത്ത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ ദൈവമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ കാണിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം തിരുവചനം പറയുന്നു, അവൻ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് തിരുവചനം പറയുന്നു. അവർ ഗാഡ് ജീസസ് ഈസ് ദ ഇറ്റേണൽ ഗാഡ്. നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസ്ഥ പിതാവെ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കർത്താവ് ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അങ്ങാകുന്ന ശ്രേഷ്ഠ ദൈവത്തെക്കുറിച്ച് അടിയങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വർഗീയ കരം, അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം കർത്താവെ, ദൈവിക സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അനേകം വ്യത്യസ്തമായിരിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നാം തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആത്മീകമായി ചിന്തിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ്. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരേ ഒരു പുസ്തകം സത്യവേദ പുസ്തകം. ആ പുസ്തകത്തിന് 66 അധ്യായങ്ങളുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. 39 പഴയ നിയമ അധ്യായങ്ങളും 27 പുതിയ നിയമ അധ്യായങ്ങളും. അപ്പോൾ 27 പുതിയ നിയമ പുസ്തകങ്ങളും 39 പഴയ നിയമ പുസ്തകങ്ങളും 27 പുതിയ നിയമ പുസ്തകങ്ങളും. അപ്പോൾ ഈ 66 പുസ്തകത്തിൻ്റെ മധ്യത്തിൽ ഒരു ദൈവം വസിക്കുന്നു എന്ന് തിരുവചനം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവനുണ്ട്, അതെനിക്ക് സാക്ഷ്യം പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. ഇനി നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എമ്മോസിലേക്ക് കടന്നു പോകുന്നതായിട്ടുള്ള 2 വ്യക്തികളുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി നടക്കുന്നു. അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യം മനസ്സിലാകുന്നില്ല. എന്നാൽ അവർ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു അവരുടെ മധ്യത്തിലേക്ക് സഞ്ചരിച്ചു പോവുകയും അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു അവരെക്കുറിച്ച് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു അവരോടൊപ്പം പന്തിയിലിരിക്കുകയും ക്രിസ്തു അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ അകക്കണ്ണു തുറക്കുകയും അത് ക്രിസ്തുവാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നത്, പ്രവചന പുസ്തകത്തിൽ, സങ്കീർത്തന പുസ്തകങ്ങളിൽ, മോശയുടെ പുസ്തകത്തിലൊക്കെയും എഴുതിയിരിക്കുന്ന വാഗ്ദത്തം മശിഹ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന്.
അപ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും. ഇനി പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 4 പുസ്തകങ്ങളിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ടതായിട്ടുള്ള അപ്പോസ്തലൻ മർക്കോസും ലൂക്കോസും യോഹന്നാനും മത്തായി അപ്പോസ്തലനും ഒക്കെയും ആ ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷങ്ങളായിട്ട് രചിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിനുശേഷം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും യാക്കോബ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാരൊക്കെയും വരച്ച് കാണിക്കുന്നത് തങ്ങളുടെ ലേഖനങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഇനി അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിലായിരിക്കുന്ന വെളിപ്പാടുകാരനായ യോഹന്നാൻ കാഹളത്തിനൊത്ത ശബ്ദം കേൾക്കുന്നു, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തി നൽകുന്നു. അങ്ങനെ പഴയ നിയമ പുസ്തകത്തിൻ്റെയും പുതിയ നിയമ പുസ്തകത്തിൻ്റെയും മധ്യത്തിൽ വസിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ 66 പുസ്തകങ്ങളും വെളിപ്പെടുത്തുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ലോകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ക്രിസ്തീയ സമൂഹം ഒരു ബാബിലോണ്യ സമൂഹത്തിൻ്റെ അവസ്ഥ, ചിന്താക്കുഴപ്പത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. കാരണം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നവരുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്തവരുണ്ട്. പിതാവായ ദൈവം പഴയ നിയമ കാലഘട്ടത്തിലെ യഹോവയാണ് എന്നും പുതിയ നിയമ കാലഘട്ടത്തിൽ ക്രിസ്തുവായി ആവിർഭവിച്ചു എന്നും ഇന്ന് പരിശുദ്ധാത്മാവാണ് എന്നും വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ട് തിരുവെഴുത്തിൻ്റെ മധ്യത്തിലുള്ള ദൈവത്തെ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത തലത്തിൽ അവതരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ക്രിസ്തീയ സമൂഹം ചിന്താക്കുഴപ്പത്തിൻ്റെ അവസ്ഥയിൽ, ബാബിലോണിൻ്റെ അവസ്ഥയിൽ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ വെളിപ്പാട് പുസ്തകം മുന്നമേ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ AD 95 വെളിപാടുകാരനായ യോഹന്നാൻ, പത്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാൻ ഈ ബാബിലോണിൻ്റെതായിട്ടുള്ള അവസ്ഥ ദൈവത്തിൻ്റെ സഭയ്ക്ക് ഉണ്ടാകുമെന്ന് വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു വലിയ സത്യം, വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സഭയാണ് ദൈവത്തിൻ്റെ സത്യസഭ. ഈ സത്യസഭ വെളിപ്പെടുത്തുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്നാണ്. ഈ 3 ദൈവീകത്വങ്ങളും ചേർന്നാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് സൃഷ്ടിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നതും സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നതുമെന്ന് കാണുവാൻ സാധിക്കാം. ആ ദൈവത്തിൻ്റെ വിവിധ നാമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എലോഹിം, യാഹ്വേ തുടങ്ങിയതായിട്ടുള്ള നിസി തുടങ്ങിയതായിട്ടുള്ള നാമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലയിടത്തും നമുക്ക് ആ പ്ലൂറലാരിറ്റി അല്ലെങ്കിൽ ബഹുവചനങ്ങളെ കാണുവാൻ സാധിക്കും. അതിനർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് എന്നാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജനങ്ങൾക്ക്, എബ്രായർ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തു പറയുന്നു, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ എന്നെ കൈക്കൊണ്ടില്ല. ആ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല, തള്ളിക്കളഞ്ഞു. ക്രിസ്തു ദൈവമല്ല എന്ന് അവർ ചിന്തിച്ചു. കർത്താവ് യേശു ക്രിസ്തു മശിഹ അല്ല എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, പുത്രനായ ക്രിസ്തു ദൈവമാണ് എന്ന്. ആ വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠരായി തീർന്നിരിക്കുകയും ചെയ്തു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നതായിട്ടുള്ള സമയത്ത് ഒരിക്കൽ പരീശന്മാരും ശാസ്ത്രിമാരൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിനോട് സംവാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ അബ്രഹാമിനെ മുമ്പേ ഉണ്ടായിരുന്നു എന്ന്.
ആ ക്രിസ്തു അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന്. ക്രിസ്തു ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ ആ ക്രിസ്തു അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അനാദിയിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. അപ്പോൾ യഹൂദന്മാരുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന് മുമ്പേ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതേ ആപ്തവാക്യം ഇവിടെ എടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതിയിരിക്കുമ്പോൾ ഇത് കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇനി കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ മോശയുടെ സമയത്ത് ഹോരേബ് പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്ന, ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്ന മോശ അത്ഭുതകരമായിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. മുൾപടർപ്പ് കത്തുന്നതും എന്നാൽ മുൾപടർപ്പിന് തീ പിടിക്കാത്തതുമായിട്ടുള്ള അവസ്ഥ. അത് എന്ത് എന്ന് കാണുന്നതിന് വേണ്ടി മോശ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ മോശയെ ദൈവം വിളിക്കുന്നു. അത് വിശുദ്ധമാകുകൊണ്ട് നീ നിന്റെ കാലിൻ്റെ ചെരുപ്പ് അഴിച്ചിടുവാൻ പറയുന്നു. മോശ തൻ്റെ കാലിൻ്റെ ചെരുപ്പ് അഴിച്ചിട്ടതിന് ശേഷം ആ ദൈവീക സാന്നിധ്യത്തിൽ നിൽക്കുന്നു. ദൈവവും മോശയും തമ്മിൽ ആശയവിനിമയം നടത്തുന്നു. സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് ഉണർത്തിച്ചു കൊടുക്കുന്നു മോശയുടെ ജീവിതത്തിലെ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം മോശയെ ഇത്രത്തോളം ശക്തമാക്കി നിലനിർത്തിയിരിക്കുന്നു എന്ന് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന. അങ്ങനെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന വേളയിൽ മോശ ഒഴിവുകൾ പറഞ്ഞ് തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ സമയത്ത് മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ആ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായി എന്ന്. അതിനുശേഷം ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്ന് സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആ ദൈവം മോശയോട് പറയുകയാണ്, ഐ ആം ദാറ്റ് ഐ ആം, ഐ ആം വാട്ട് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞാൽ മതി. ഇവിടെ സ്വർഗത്തിലെ ദൈവം പരീശന്മാരോടും ശാസ്ത്രിമാരോടും സംസാരിക്കുന്ന സമയത്തും പറയുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ അബ്രഹാമിനു മുമ്പേ ഉണ്ടായിരുന്നു എന്ന്. ഇവിടെ ദൈവം ദൈവത്തിൻ്റെ ദൈവീകത്വം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ മോശ ഒഴിവുകൾ പറഞ്ഞ് ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ, തൻ്റെ ദൗത്യത്തിൽ നിന്നും അകന്നു പോകുവാൻ ശ്രമിക്കുന്ന അതേ ദൈവം ഇവിടെ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ കല്ലെറിയുന്നു. ദൈവം മശിഹയാണ്, അല്ലെങ്കിൽ ദൈവം സ്വർഗത്തിലെ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കുവാൻ അവർ മടി കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ പിന്നത്തേതിൽ ദ ബ്ലഡി ഹസ്ബൻഡ്, രക്തമണവാളനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വീണ്ടും മോശയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ കർത്താവായ ദൈവത്തിൽ വിശ്വസിച്ച മോശ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായ നേതാവായിരുന്നു കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തനായ ഒരു ഭടനായിരുന്നു കൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദ നേതാക്കന്മാരൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിനെ ത്യജിച്ചു കളയുന്നു. അവർ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ പോകുന്നു. എന്നാൽ ആ ജനത്തിന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ വളരെ ശക്തമായിട്ട് 1-ാം അധ്യായത്തിൽ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഈ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന്
അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ദാസരൂപമെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് സ്വന്തം ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നാമതായിട്ട് കാണിച്ചു കൊടുക്കുന്നു ആ പുത്രനായ ക്രിസ്തുവാണ് സൃഷ്ടികർത്താവ് എന്ന്. രണ്ടാമതായിട്ട് കാണിച്ചു കൊടുക്കുന്നു ആ പുത്രനായ ക്രിസ്തു ദൈവത്തെ പോലെ ദൈവസ്വരൂപത്തിലുള്ള ദൈവ സമത്വത്തിലിരിക്കുന്ന ദൈവമാണ് എന്ന് വിവരിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തിരുവചനം പറയുന്നു അതിൻ്റെ അടുത്ത ഭാഗത്ത് തന്നെ, അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന്. അപ്പോൾ പുത്രനായ ക്രിസ്തു ദൂതന്മാർക്ക് മുകളിലാണ് എന്ന്. പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തോടൊപ്പം ദൈവസമത്വമുള്ള പരിശുദ്ധാത്മാവിനോടൊപ്പം ഉള്ളതാണ് എന്നും കാണുവാൻ സാധിക്കാം. ഇനി ഇതേ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പറയുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്നാണ്. ദൈവം നമ്മോട് കൂടെ, സദാകാലത്ത് നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ ദൈവം, പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി കളഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യനെ വീണ്ടും ചേർക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ മധ്യത്തിൽ ഇറങ്ങി വസിച്ച ദൈവത്തെക്കുറിച്ച് തിരുവചനം പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകളൊക്കെയും പ്രദാനം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആ വിശുദ്ധ മന്ദിരത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ച് പിന്നത്തേതിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്ന്. പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൈവം നമ്മോട് കൂടെ ദൈവം ഇറങ്ങി വസിച്ചു. അങ്ങനെ വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് മനുഷ്യരൂപമെടുത്ത് മനുഷ്യരോട് കൂടെ വസിച്ച ആ പുത്രനായ ക്രിസ്തുവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞപ്പോൾ, ലോകം തള്ളിക്കളഞ്ഞപ്പോൾ, ആ ക്രിസ്തു വീണ്ടെടുത്ത, ക്രിസ്തുവിന് ഇണങ്ങിയ ആയുധമാക്കി തീർത്ത പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ആ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ തേജസ്സും പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെകൊണ്ട്. ഇവിടെ പുത്രനായ ക്രിസ്തു ശ്രേഷ്ഠ ദൈവമാണ് എന്നാം, പിതാവായ ദൈവത്തിന് സമനാണ് എന്നാം, തത്വത്തിൻ്റെ പ്രതിഭയുള്ളവനാണ് അല്ലെങ്കിൽ പ്രഭയുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നൊക്കെയും പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് കാണിച്ചു കൊടുക്കുന്ന. ഇനി എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ ദൈവമാണ് എന്ന് അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് പറയുന്നു, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്തിരിക്കുക. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യൻ്റെ ദൈവമായിരിക്കുന്ന ദൈവം മാത്രമല്ല, മനുഷ്യനെ വീണ്ടെടുത്ത ഒരു ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെ പുനർനിർമ്മിച്ച ഒരു ദൈവത്തെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കാണിക്കുന്ന. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ദൂതന്മാർക്കും ശ്രേഷ്ഠനായിരിക്കുന്നത്, മനുഷ്യർക്ക് ശ്രേഷ്ഠനായിരിക്കുന്നത്, ആ ക്രിസ്തു ദൈവമായിരിക്കുന്നത്. ദൈവം സൃഷ്ടികർത്താവ് മാത്രമല്ല, പരിപാലകനും സംരക്ഷകനും വീണ്ടെടുപ്പുകാരനും കൂടിയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ ദൈവം ശ്രേഷ്ഠ ദൈവമായിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. മനുഷ്യനെ സ്വന്തം കരങ്ങളാൽ മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത ദൈവം പറയുന്നു, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, വീഴ്ച ഭവിച്ച പാപത്തിൽ നിബന്ധിച്ചു പോയ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പൊയ്ക്കൊള്ളാം. ഞാനാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി രക്ഷാപദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ആ രക്ഷാപദ്ധതിയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പുത്രനായ ക്രിസ്തു, നമ്മുടെ ദൈവം, നമുക്കോരോരുത്തർക്കും വേണ്ടി വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് ദാസരൂപമെടുത്ത് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, ഈ ലോകത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കുവാനിരിക്കുന്ന സകല യാതനകളും അനുഭവിച്ച, കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും അനുഭവത്തിലൂടെ കടന്നുപോയി നമ്മെ വീണ്ടെടുത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്.
അതുകൊണ്ട് പുത്രനായ ക്രിസ്തു ഹീസ് എ ഗ്രേറ്റ് ഗോഡ്, പുത്രനായ ക്രിസ്തു ശ്രേഷ്ഠനായ ദൈവമാണ് എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വരച്ചു കാട്ടുന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നും വായിൽ നിന്നും വന്ന വചനങ്ങളാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന സർവശക്തനായ അത്യുന്നതനായ എലോഹിമായ ദൈവത്തിന് സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളത് ഏറ്റവും ഈസി ടാസ്ക് ആയിരുന്നു. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ മാത്രം മതി, അത് ഉണ്ടാകുമായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പിലേക്ക് കടന്നു വന്ന ദൈവം, പുനർസൃഷ്ടിയിലേക്ക് കടന്നു വന്ന ദൈവത്തിന് അതൊരു ഒരു വലിയ ടാസ്ക് ആയിരുന്നു. കാരണം വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച പാപജഡത്തിലായി തീർന്നുകൊണ്ട് മനുഷ്യൻ്റെ സകല പാപങ്ങളെയും വഹിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് പുത്രനായ ക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന്. ലോകത്തിൻ്റെ സകല പാപവും പുത്രനായ ക്രിസ്തുവിൻ്റെ മേൽ വന്നപ്പോൾ തിരുവചനം പറയുന്നു, കണ്ടാൽ ആളറിയാത്ത വിധം പുത്രനായ ക്രിസ്തു വിരൂപമായി തീർന്നു എന്ന്, മനുഷ്യനാണ് എന്ന് തോന്നാത്ത വിധം വിരൂപമായി തീർന്നു എന്ന്. പാപത്തിൻ്റെ പരിണിത ഫലം അത്രത്തോളം കഠിനമായിരുന്നു. എന്നാൽ ഇവിടെ പുത്രനായ ക്രിസ്തു ആ പാപത്തെ വഹിച്ച് അതിൻ്റെ കാഠിന്യം പൂർണ്ണമായും വഹിച്ചപ്പോൾ, അത് സഹിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള അവസ്ഥയായപ്പോൾ പിതാവായ ദൈവത്തോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന്. എന്നാൽ ഓരോ മനുഷ്യൻ്റെയും മുഖം കാണുമ്പോൾ അവന് നിത്യത ലഭിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ആ ദൈവം വീണ്ടും പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന്. അങ്ങനെ പുത്രനായ ക്രിസ്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ക്രിസ്തു ക്രൂശിലായിരുന്ന സമയത്തും പ്രാർത്ഥിച്ചു. എന്നാലും അവിടെ ദൈവഹിതം പുത്രനായ ക്രിസ്തു മനസ്സിലാക്കി ആ പാപത്തെ വഹിച്ചതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ ഉണ്ടായി. അതുകൊണ്ട് പുത്രനായ ക്രിസ്തു നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന ക്രിസ്തു സൃഷ്ടികർത്താവ് മാത്രമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്നത് കൊണ്ട്, നമുക്ക് രക്ഷാപദ്ധതി ഒരുക്കിയത് കൊണ്ട്, നമ്മെ ഓരോരുത്തരെയും ആ പുത്രനായ ക്രിസ്തു വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട്, ഹീസ് എ ഗ്രേറ്റ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആ ക്രിസ്തുവിനേക്കാളും അല്ലെങ്കിൽ ആ ക്രിസ്തു ദേവന്മാരിലും വലിയവനാണ് എന്ന്. ഈ ലോകത്തുള്ള സകലത്തിലും വലിയവനാണ്, ക്രിസ്തുവാണ് എല്ലാത്തിലും എല്ലാം എന്ന് കാണുവാൻ സാധിക്കാം. ആ ക്രിസ്തു ശ്രേഷ്ഠ ദൈവമാണ്, നമ്മെ വീണ്ടെടുത്ത ദൈവമാണ്, നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ച നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കർത്താവ് ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ സ്വർഗീയ കരം അടിയങ്ങളോട് കൂടെ ഇരുന്ന വലിയ കബോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന അത്യുന്നതനായ സർവശക്തനായ അടിയങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ അവിടെ നിന്ന് ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ച് അടിയങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.